Welcome to the video of AVR Interrupts Part 3. Programming External Hardware Interrupts. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് external hardware interruptsന്റെ പ്രോഗ്രാമിംഗ് ആണ്. The number of external hardware interrupts varies in different AVR microcontrollers. ഇപ്പോൾ AVR microcontrollers ഒരുപാട് സീരീസിൽ അവൈലബിൾ ആണ്. ഓരോ മൈക്രോകൺട്രോളറും സപ്പോർട്ട് ചെയ്യുന്ന external hardware interruptsന്റെ എണ്ണം ഡിഫറൻ്റ് ആയിരിക്കും. ATmega32 has 3 external interrupts. ATmega32 എന്ന് പറയുന്ന സീരീസിലെ മൈക്രോകൺട്രോളറിനകത്ത് 3 external interrupts ആണ് അത് സപ്പോർട്ട് ചെയ്യുന്നത്. The first one is INT0. ഇത് പോർട്ട് ഡിയിലെ സെക്കൻഡ് പിന്നാണ്. സെക്കൻഡ് INT1. ഇത് പോർട്ട് ഡിയിലെ തേർഡ് പിന്നാണ്. തേർഡ് INT2. അത് പോർട്ട് ബിയിലെ സെക്കൻഡ് പിന്നാണ്. അപ്പോൾ INT0, INT1 and INT2 are the 3 external interrupts supported by ATmega32. Upon activation of these interrupts, the AVR stops whatever it is doing and jump to the vector table to perform the ISR. അപ്പോൾ ഈ ഇൻ്ററപ്റ്റിനെ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ AVR കറൻ്റ്ലി എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ആ ഇൻ്ററപ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ISR റൺ ചെയ്യും. External hardware interrupts are enabled by setting 3 bits in the GICR register, that is General Interrupt Control Register. അപ്പോൾ 3 INT0, INT1, INT2 ഈ 3 ഇൻ്ററപ്റ്റ്സിനെയും ഇനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു രജിസ്റ്ററാണ് GICR, General Interrupt Control. ഇതാണ് GICR എന്ന് പറഞ്ഞ രജിസ്റ്ററിൻ്റെ സ്ട്രക്ചർ. അതിനകത്ത് D0 to D7 വരെ 8 ബിറ്റുകളുണ്ട്. അതിനകത്ത് D5 to D7 വരെയുള്ള 3 ബിറ്റുകളാണ് ഈ എക്സ്റ്റേണൽ ഇൻ്ററപ്റ്റ്സിനെ ഇനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്നത്. അതിനായിട്ട് D7th ബിറ്റാണ് INT1. അതായത് എക്സ്റ്റേണൽ ഇൻ്ററപ്റ്റ് 1നെ ഇനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനും വേണ്ടിയിട്ടാണ് INT1 യൂസ് ചെയ്യുന്നത്. അതായത് D7 ബിറ്റ്. ആ D7 ബിറ്റ് 0 ആണെങ്കിൽ INT1 ഡിസേബിൾ ആയിരിക്കും. D7 ബിറ്റ് 1 ആണെങ്കിൽ INT1 ഇനേബിൾ ആയിരിക്കും. ഇനി രണ്ടാമത്തെ D6 അതായത് INT0 എന്ന് പറയുന്ന ഇൻ്ററപ്റ്റിനെ ഇനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ D6 എന്ന് പറഞ്ഞ ബിറ്റ് 0 ആണെങ്കിൽ INT0 ഡിസേബിൾ ആയിരിക്കും. D6 എന്ന് പറഞ്ഞ ബിറ്റ് 1 ആണെങ്കിൽ INT0 ഇനേബിൾ ആയിരിക്കും. അതുപോലെ തന്നെ D5 എന്ന് പറഞ്ഞ ബിറ്റാണ് INT2നെ എക്സ്റ്റേണൽ ഇൻ്ററപ്റ്റ് 2നെ ഇനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് D5 എന്ന് പറഞ്ഞ ബിറ്റ് 0 ആണെങ്കിൽ INT2 ഡിസേബിൾ ആയിരിക്കും. D5 എന്ന് പറഞ്ഞ ബിറ്റ് 1 ആണെങ്കിൽ എക്സ്റ്റേണൽ ഇൻ്ററപ്റ്റ് 2 ഇനേബിൾ ആയിരിക്കും. അപ്പോൾ ഈ മൂന്ന് ബിറ്റുകളും ഇനേബിൾ ചെയ്യുന്നത് കൂടെ തന്നെ സ്റ്റാറ്റസ് രജിസ്റ്ററിനകത്തുള്ള I എന്ന് പറയുന്ന ഫ്ലാഗ് ബിറ്റ് കൂടെ ഇനേബിൾ ചെയ്താൽ മാത്രമേ ഈ ഇൻ്ററപ്റ്റ്സ് എല്ലാം ഇനേബിൾ ആക്കാൻ പറ്റുള്ളൂ. ഡിഫറൻസ് ബിറ്റ്വീൻ RET and RETI instruction. Both performs the same operation of popping off the content of stack to program counter register and make AVR return to where it is left off. ഈ രണ്ട് ഇൻസ്ട്രക്ഷനും സ്റ്റാക്ക് മെമ്മറിയിൽ നിന്നും അഡ്രസ്സ് പോപ്പ് ചെയ്തിട്ട് പ്രോഗ്രാം കൗണ്ടറിലേക്ക് ലോഡ് ചെയ്യുന്നു. എന്നിട്ട് എവിടെയാണോ പ്രോഗ്രാം നിർത്തിയത് അവിടെ മുതൽ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഈ രണ്ട് ഇൻസ്ട്രക്ഷനും ഒരു സബ് റൂട്ടീൻസിൻ്റെ എൻഡ് ലാസ്റ്റ് ഇൻസ്ട്രക്ഷനായിട്ടാണ് ഉപയോഗിക്കുന്നത്, RETയും RETIയും. While servicing an interrupt, the global interrupt flag will be cleared to block other interrupts to occur. ഒരു ഇൻ്ററപ്റ്റിനെ സർവീസ് ചെയ്യുന്ന സമയത്ത് ഇൻ്ററപ്റ്റ് റിക്വസ്റ്റ് വന്നു കഴിഞ്ഞതിന് ശേഷം ഇൻ്ററപ്റ്റ് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞ ഫ്ലാഗ് ഡിസേബിൾ ആക്കി വെക്കുകയാണ് ചെയ്യുക. എന്ന് പറഞ്ഞ ഫ്ലാഗ് ഡിസേബിൾ ആക്കിയില്ലെങ്കിൽ ഒരു ഇൻ്ററപ്റ്റിന് പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ വേറെ ഇൻ്ററപ്റ്റ്സുകൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മൈക്രോ കൺട്രോളറിനകത്ത് എന്ന് പറഞ്ഞ ഇൻ്ററപ്റ്റിനെ ഫ്ലാഗ് ബിറ്റിനെ ഡിസേബിൾ ആക്കി വെക്കുകയാണ് ചെയ്യുക. കാരണം തൽക്കാലത്തേക്ക് മറ്റ് ഇൻ്ററപ്റ്റ്സിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. RETI instruction also performs the additional task of setting the flag to high to enable other interrupt to process after servicing the current interrupt. അപ്പോൾ നമ്മൾ RETI എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ISRൽ നിന്ന് റിട്ടേൺ ചെയ്യുകയും ചെയ്യും. അതോടൊപ്പം തന്നെ എന്ന് പറഞ്ഞ ഗ്ലോബൽ ഇൻ്ററപ്റ്റ് ഫ്ലാഗിനെ 1 ആയിട്ട് സെറ്റ് ചെയ്യുകയും ചെയ്യും. കാരണം കറണ്ട് ഇൻ്ററപ്റ്റ് നമ്മൾ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ ഫർദർ ഇൻ്ററപ്റ്റ്സ് ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇനേബിൾ ചെയ്ത് വെക്കണം.
അപ്പോൾ അതിനു വേണ്ടി ഐ എന്ന് പറയുന്ന ഫ്ലാഗിനെ 1 ആയിട്ട് സെറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും RETI എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ചെയ്യും. If you use RET instead of RETI in the interrupt service routine, it will block further interrupt to occur because I flag will be set to low while processing the first interrupt. അപ്പോൾ നമ്മൾ RETI എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷന് പകരം RET യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ആ ഇൻറ്ററപ്റ്റ് സർവീസ് റൂട്ടീനിൽ റിട്ടേൺ ചെയ്യും. പക്ഷേ ഗ്ലോബൽ ഇൻറ്ററപ്റ്റ് ഇനേബിൾ എന്ന് പറഞ്ഞ ഫ്ലാഗ് അപ്പോഴും 0 ആയിട്ടായിരിക്കും കിടക്കുക. ആ ഫ്ലാഗ് 0 ആയി കഴിഞ്ഞാൽ ഫർദർ ഇൻറ്ററപ്റ്റ്സ് ഒന്നും വരില്ല, അതിനെ അവിടെ ബ്ലോക്ക് ചെയ്ത് കിടക്കും. അപ്പം നമ്മൾ ഉപയോഗിക്കേണ്ടത് നോർമൽ സബ് റൂട്ടീൻസ് നിന്ന് റിട്ടേൺ ചെയ്യാനാണെങ്കിൽ RET എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യാം. ഒരു ഇൻറ്ററപ്റ്റ് സർവീസ് റൂട്ടീനിൽ നിന്ന് റിട്ടേൺ ചെയ്യാനാണെങ്കിൽ RETI എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യാം. അപ്പോൾ RET ജസ്റ്റ് സബ് റൂട്ടീനിൽ നിന്ന് റിട്ടേൺ ചെയ്യാൻ മാത്രമേ ചെയ്യുള്ളൂ. RETI ആകുമ്പോൾ ആ സബ് റൂട്ടീനിൽ നിന്ന് റിട്ടേൺ ചെയ്യുന്നതോടൊപ്പം തന്നെ ഗ്ലോബൽ ഇൻറ്ററപ്റ്റ് ഇനേബിൾ എന്ന് പറഞ്ഞ ഫ്ലാഗിനെ 1 ആയിട്ട് സെറ്റ് ചെയ്യുകയും ചെയ്യും. താങ്ക് യു.